ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരി. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി ശ്ലോകം 23. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോ പരമഭിശങ്കേ ഹൃദമഭൂത് യദേതത്തദ്രൂപം സകലമരുണാഭാം ത്രിനയനാം കുചാഭ്യാമാനമ്രം കുടിലശശിചൂടാലമകുടം. ഇവിടെ ഈ ശ്ലോകത്തിൽ അർദ്ധനാരീശ്വര ഭാവത്തിലാണ് ഭഗവതിയെ കീർത്തിക്കുന്നത്. പദാർത്ഥം പദച്ഛേദം ചെയ്യാം. ത്വയാ ഹൃത്വാ വാമം അപരിതൃപ്തേന മനസാ ശരീര അർദ്ധം ശംഭോഃ അപരം അഭിശങ്കേ ഹൃദമഭൂത് യദേതത് ത്വദ്രൂപം സകലം അരുണാഭാ ത്രിനയനം കുജാഭ്യാം ആനമ്രം കുടിലശശി ചൂടാലമകുടം. പദാർത്ഥം പറയാം. ശംഭോഹോ, അതായത് പരമശിവന്റെ പത്നിയാണല്ലോ ഭഗവതി. ശംഭോഹോ പരമശിവന്റെ വാമം വപു ശരീരത്തിൻ്റെ ഇടത്തുഭാഗത്തെ നമ്മൾ പറയൂലേ, പുരുഷന് കല്യാണമൊക്കെ കഴിക്കുമ്പോൾ സ്ത്രീകൾ ഇടത്ത് ആണ് നിർത്തിക്കുക. അതാണ് വാമഭാഗം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. വാമം വപുഹു ശരീരത്തിൻ്റെ ഇടത്തുഭാഗത്തെ ത്വയാ നിന്തിരുവടിയാൽ ഹൃത്വ അപഹരിച്ചിട്ട്, അതായത് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഇടതുഭാഗം ദേവിയും വലതുഭാഗം ഭഗവാനുമാണല്ലോ. അപ്പോൾ അവിടെ ഹൃത്വ അത് അപഹരിച്ചിട്ട് അപരിതൃപ്തേന തൃപ്തിപ്പെടാത്തതായ ദേവി മനസ്സോടുകൂടി അപരം ശരീരാർദ്ധം അവി ശരീരത്തിൻ്റെ മറ്റേ പകുതിയായ വലതുഭാഗവും ഹൃദം അപഹരിക്കപ്പെട്ടതായി ശങ്കിക്കുന്നു. ആര്? നമ്മുടെ ഈ ഗ്രന്ഥകർത്താവായ ശങ്കരാചാര്യർ പറയുകയാണ്. ഇത് യാതൊന്ന് ഹേതുവായിട്ട് ഏതത് തദ്രൂപം നിന്തിരുവടിയുടെ ഈ രൂപം സകലം എല്ലാ ഫുള്ള് രൂപവും മുഴുവനായുള്ള രൂപവും എല്ലായിടവും അരുണാഭം ചുവപ്പ് വർണ്ണമായും ത്രിനയനം മൂന്ന് നയനം, അതായത് 3 തൃക്കണ്ണുകളോട് കൂടിയതായും കുജാഭ്യാം സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ആ നമ്രം കുറഞ്ഞൊന്ന് കുനിഞ്ഞ, നമ്മൾ മുമ്പൊരു ശ്ലോകം കണ്ടിട്ടുണ്ട്, കുറഞ്ഞൊന്ന് കുനിഞ്ഞതായും കുടില ശശി ചൂടാലമകുടം വളഞ്ഞ ചന്ദ്രക്കല കൊണ്ട് അലങ്കരിക്കപ്പെട്ട കിരീടത്തോട് കൂടിയതായും ഭവിക്കുന്നു. അങ്ങനെയുള്ള ഭഗവതിയെ നമ്മൾ ധ്യാനിക്കാനാണ് പറയുന്നത്. സാരം: അല്ലയോ ഭഗവതി, നിന്തിരുവടി പരമശിവന്റെ ഇടത്തെ പകുതിയെ അപഹരിച്ചിട്ട് തൃപ്തി നേടാതെ മനസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ വലതുഭാഗമായ മറ്റേ പകുതിയെയും അപഹരിച്ചു എന്ന് ഞാൻ ശങ്കിക്കുന്നു, അതായത് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഹൃദയാരവിന്ദത്തിൽ വിളങ്ങുന്നതായ നിന്തിരുവടിയുടെ ഈ ദിവ്യമംഗളരൂപം മുഴുവനായിട്ട് കാണുന്നുണ്ട്. ദിവ്യമംഗളരൂപം ഹൃദയാരവിന്ദത്തിൽ, ഹൃദയമാകുന്ന താമരയിൽ, ആര്? ഗ്രന്ഥകർത്താവിൻ്റെ ശങ്കരാചാര്യരുടെ അരുണവർണ്ണത്തോടു കൂടിയതും 3 തൃക്കണ്ണുകളുള്ളതും ദേവിക്കൊണ്ട് 3 തൃക്കണ്ണുകൾ എന്ന് പറയപ്പെടുന്നു. സ്തനങ്ങളുടെ ഭാരത്താൽ കുറഞ്ഞൊന്നു കുനിഞ്ഞതും വളഞ്ഞ ചന്ദ്രക്കല കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കിരീടത്തോടു കൂടിയതുമായി ഭവിക്കുന്നു എന്നിവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ശിവതത്വം ശക്തിതത്വത്തിൽ ലയിച്ചു ചേരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ആരാധിക്കുന്നത്. നമ്മൾ കൊല്ലം ഹൃദയകമലത്തിൽ ഭഗവതിയെ 3 തൃക്കണ്ണുകളുള്ള ചന്ദ്രക്കലയോടുകൂടിയ മുകുടം ധരിച്ച ദേവിയെ, കുറഞ്ഞൊന്ന് കുനിഞ്ഞ ദേവിയെ
നമ്മളെ ഹൃദയത്തിൽ ധ്യാനിക്കുക എന്ന് ഇവിടെ ഒന്നുകൂടി പറഞ്ഞു വെച്ചു. മുമ്പേ ഇത് ഇങ്ങനെയുള്ളത് ശ്ലോകം ഉണ്ടായിട്ടുണ്ട് മുമ്പ്, അതുകൊണ്ട് ഇനിയും അതുതന്നെ പറയാണ്. അപ്പോൾ ശിവതത്വം ദേവീതത്വം തന്നെയാണ് എന്ന് പറയുന്നത്. ശിവന് ശക്തിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മുമ്പേ ശ്ലോകത്തിൽ കണ്ടിട്ടുണ്ട്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൻ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.